എസ് കെ ഇന്ന് മഞ്ചേരിയിൽ വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേതാണ് എസ് കെ ഉദ്ദേശിച്ചത്? അതിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മഞ്ചേരിക്കാർക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു വിശ്രമ കേന്ദ്രം, അതുപോലെ തന്നെ അവിടെ ഒരു ശൗചാലയം നിർമ്മിച്ചു നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ. മഞ്ചേരിക്കാർ ഇത്ര മോശമാണോ? അവരുടെയൊക്കെ വീട്ടിൽ ശൗചാലയം ഉണ്ടാവില്ല? അങ്ങനെയല്ല പറയുന്നത്. എപ്പോഴെങ്കിലും എസ് കെ ഫാമിലി ആയിട്ട് മഞ്ചേരിയിൽ വന്നിട്ടുണ്ടോ? ഒരുപാട് അങ്ങനെ വന്ന് ഇന്നും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു വിശ്രമിക്കാൻ ഒരു ഇടം, അല്ലെങ്കിൽ ഒരു ശൗചാലയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് പുറത്തു പോയിട്ടൊന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അതിന് ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം എപ്പോഴെങ്കിലും മഞ്ചേരി കണ്ടിട്ടുണ്ടോ? നമ്മള് ഫാമിലി ആയിട്ട് മഞ്ചേരിയിലേക്ക് വരുന്നത് ശരിക്ക് ഭക്ഷണം കഴിക്കാം, അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോവാം. ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ ശൗചാലയം ലഭ്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ്, ഈ റെസ്റ്റോറൻറ്റുകളും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾ അല്ലാത്തവരും യാത്രക്കാർ നിരവധി ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ മഞ്ചേരിക്കാരായ യാത്രക്കാർ മതിയാവില്ല. പുറത്ത് നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ പുറത്തു നിന്നുള്ള ആളുകളാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകളാണെങ്കിലും മഞ്ചേരിക്ക് കൃത്യമായിട്ടൊരു ശൗചാലയം അനിവാര്യമായിരുന്നു. അത് ഇവിടെ സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ട്രോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ട്രോളായിട്ട് തോന്നാൻ കാരണം? ശൗചാലയം ഉണ്ടാക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും ആണല്ലോ, സ്വാഭാവികമായിട്ട്. ശരിക്കും ലക്ഷങ്ങൾ കൊടുത്ത് മഞ്ചേരിയിൽ കണ്ണായ സ്ഥലത്ത് ഇത് നിർമ്മിച്ച് എത്ര കാലം പോകും എന്ന് എസ് കെ തോന്നുന്നു? അപ്പോ ഇത് ആരംഭിച്ച ദിവസം തന്നെ ഞാനിന്ന് മോർണിംഗ് അവിടെ ചെന്നിരുന്നു. ചെന്ന സമയത്ത് അവിടെ ലോക്ക് ചെയ്ത് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അത് ഓക്കെ, അത് അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷെ എനിക്കിതിലൊരു ചെറിയൊരു വിമർശനമുള്ളത്, ഈ ശൗചാലയം മഞ്ചേരി കുറച്ചുകൂടി ടൗൺ ഏരിയയിലേക്ക്, സിറ്റി ഏരിയയിലേക്ക് ആവുന്നതായിരുന്നില്ലേ നല്ലത്? അല്ലെങ്കിൽ ഒരു വിശ്രമ കേന്ദ്രം ഒരു സിറ്റി ഏരിയയിലേക്ക്, ഒരു ഏകദേശം ആ ഒരു മധ്യഭാഗത്തേക്ക് എത്തുന്നതല്ലേ നല്ലത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യാത്രക്കാരെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, അതായത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് മഞ്ചേരി വഴി പാസ് ചെയ്തു പോകുന്ന യാത്രക്കാരായിരിക്കണം ഇതിന്റെ ഉപഭോക്താക്കൾ. പക്ഷെ ഇത് കോഴിക്കോട് റോഡിലാണ് നിൽക്കുന്നത്, തുറക്കലിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വരുന്നത് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിലുമാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് ബസ് യാത്രക്കാരെയാണ്? യാത്രക്കാർക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്നു. കാരണം മുലയൂട്ടുന്ന അമ്മമാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ വിശ്രമിക്കാൻ ആവശ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ബസ്സിൽ ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, അതായത് ഒരു സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ പ്രയാസം. വിഐപികൾ ഒരിക്കലും മഞ്ചേരിയിൽ ഇങ്ങനെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ടോ? ഞാൻ ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷങ്ങൾ പൊടിപൊടിച്ച്. ഇതിപ്പോ ഇവിടെ മഞ്ചേരിത്തെ മാത്രം പ്രശ്നമല്ല. 10-25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇപ്പൊ തൊട്ടടുത്തുള്ള തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ കാവനൂർ ഗ്രാമപഞ്ചായത്തിലും ഒക്കെ ഇത്തരത്തിലൊരു ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഉദ്യോഗ തലത്തിൽ അതല്ലെങ്കിൽ സർക്കാർ തലത്തിൽ ഏറെ വരുന്ന ഫണ്ട് വിനിയോഗിക്കാൻ വേണ്ടി ഒരു സംസ്കാരം, അതല്ലെങ്കിൽ ഒരു സംഭവം. അല്ല, ഊഹം ശരിയാണെങ്കിൽ 25 ലക്ഷത്തോളം രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തികച്ചും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഞാൻ അതിനെ യോജിക്കുന്നില്ല. സാധാരണക്കാരൻ എന്ന രീതിയിൽ അത് യോജിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇത് ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു 123 ന്യൂസ് ചാനലിൽ ഇന്നത്തെ ഈ ഒരു ശൗചാലയം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു ചർച്ചയായിട്ട് ഇട്ട് തരികയാണ്. അത് എത്രത്തോളം നമ്മുടെ മഞ്ചേരിക്ക് ഉപകാരപ്രദമാകും, അല്ലെങ്കിൽ ഈ ഒരു ശൗചാലയം മഞ്ചേരി തുറക്കലിനടുത്ത് ഇങ്ങനെ വന്നതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? ശരിക്കും ഇത് മഞ്ചേരി തുറക്കലിനടുത്ത് തന്നെയാണോ വരേണ്ടത്, അതോ സിറ്റി ചോദിച്ചു പോവുകയാണ്? അത് ചോദിക്കണം, അത് തീർച്ചയായിട്ടും ചോദിക്കണം. നമുക്ക് പ്രേക്ഷകർക്ക് വിട്ടു നൽകാം. ഇത് ഭരണാധികാരികൾക്കും ഈ മഞ്ചേരിയിലെ നാട്ടുകാർക്കുമുള്ള ഒരു ന്യൂസ് ആയിട്ട് കണക്കാക്കണം. ഇത് അനിവാര്യമാണോ, ഇത് ആവശ്യമാണോ, ഇത് നിർമ്മിച്ച സ്ഥലം കൃത്യസ്ഥലത്ത് തന്നെയാണോ എന്നുള്ളത് നിങ്ങളുടെ കമന്റുകളിലൂടെ ഞങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. കാത്തിരിക്കുന്നു. അപ്പൊ നാളെ അടുത്തത് മഞ്ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ന്യൂസുമായിട്ട് 123 ന്യൂസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചേരുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.